പൈസ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ വരും. ഒരു ജീവൻ നാളെ നമുക്കൊരു കുറ്റബോധം തോന്നിയാൽ, ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ച് വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നിയാ ഇന്ന് ഇപ്പൊ ഇച്ചിരി കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലെ? ഇപ്പൊ ചെയ്യണം നിങ്ങളുടെ മനസ്സ്. ബോച്ചയുടെ ഈ വാക്കുകൾ മലയാളിയെ ഉണർത്തി. അതെ, ബോച്ചെ തന്നെ ഹീറോ. കാരുണ്യം ചൊരിഞ്ഞ് നന്മ മരങ്ങൾ. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി കാരുണ്യമേകാം, കരസ്പർശരാകാം എന്ന ചലഞ്ച് ലക്ഷ്യത്തിലേക്ക്. യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. അതിനെ മുന്നിൽ നിന്ന് നയിച്ചത് ബോബി ചെമ്മണ്ണൂരും. പല നന്മ മരങ്ങളും കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിനൊപ്പം ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് സഹായവുമായി എത്തിയത്. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടിരുന്നത് 34 കോടി രൂപയാണ്. ബോബി ചെമ്മണ്ണൂരടക്കമുള്ള മനുഷ്യസ്നേഹികൾ ഇതിനുവേണ്ടി അവരുടെ തിരക്കും സമയവുമെല്ലാം മാറ്റി തുക സമാഹരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. സ്വന്തം അധ്വാനത്തിൽ നിന്നും 1 കോടി രൂപയും അതിലുപരി തെരുവുകൾ തോറും സഹായാഭ്യർത്ഥനയുമായി ബോച്ചെ ഇറങ്ങിയപ്പോൾ വിവിധ സംഘടനകളും കാരുണ്യം പറ്റാത്ത മനുഷ്യസ്നേഹികളും അവരുടേതായ രീതിയിൽ തുക കണ്ടെത്താൻ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി കളമശ്ശേരിയിൽ വിവിധ പള്ളികളിൽ നിന്നും ജുമയ്ക്ക് ശേഷം 20 മിനിറ്റ് കൊണ്ട് 50,000-ഓളം രൂപ പിരിക്കുകയും ചെയ്തു. നേരത്തെ സഹായിച്ചവരുൾപ്പെടെ വീണ്ടും സഹായിച്ചു. പിരിച്ചെടുത്ത തുക റഹീമിൻ്റെ ഉമ്മ ഫാത്തിമയുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പ് തുറന്ന് നിർവൃതിയടയാത്ത മലയാളികൾ ഇന്ന് വളരെ കുറവായിരിക്കും. 34 കോടി എന്ന ആ മഹാലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും പറയുകയാണ്, അതാണ് മലയാളി, ഇതാണ് റിയൽ കേരള സ്റ്റോറി. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.